സർ നമസ്കാരം. എൻ്റെ ചോദ്യം നമസ്കാരം. ധർമ്മസ്ഥലയെക്കുറിച്ചാണ്. ധർമ്മസ്ഥല വളരെ വലിയ വിവാദമുണ്ടാക്കിയ ഒരു ഭൂമികയാണ്. അത് പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ചർച്ചയ്ക്കെടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മറ്റെന്തെങ്കിലും ഒരു കാര്യമായിരുന്നുവെങ്കിൽ, മറ്റാർക്കെങ്കിലും എതിരെ ആയിരുന്നുവെങ്കിൽ അത് ദിവസങ്ങളോളം അന്തിച്ചർച്ചയ്ക്ക് വിധേയമായേനെ. പക്ഷേ ഇത് മനഃപൂർവ്വം ചർച്ചയ്ക്കെടുക്കാത്തതുപോലെ എനിക്ക് തോന്നി. ധർമ്മസ്ഥലയിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ബോഡി പാർട്സൊക്കെ അവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പലതരത്തിലുള്ള വാദമുഖങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സത്യത്തിൽ ഈ വാർത്ത ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു കാര്യം, ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? പലരും ബ്രേക്കിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ആരാണ് ഇത്രയും ചർച്ചാ വിഷയമാകുന്ന ഒരു വിഷയം കൊണ്ടുവന്നത്? ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ? പല വാദമുഖങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് കൃത്യമായി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കിയാൽ അൽ ജസീറ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിനെ പിൻപറ്റിക്കൊണ്ടാണ് കർണാടകത്തിലെ ചില വ്യക്തികളും ചില ഗ്രൂപ്പുകളും ഈ തരത്തിലുള്ള ഒരു മൂവ് ആരംഭിക്കുന്നത്. തുടർന്ന് അത് വലിയൊരു വിവാദമായി മാറുന്നു. അവിടെ പല പ്രതിഷേധ പരിപാടികളും അരങ്ങേറുന്നു. എന്നാൽ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇത് ഗൗരവമായിട്ട് ആദ്യഘട്ടത്തിൽ എടുത്തിട്ടുമില്ല. കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് പോലും രൂപീകരിച്ചിട്ടില്ല. അതിനേക്കാൾ ശക്തമായിട്ട് അവിടെ പ്രതിഷേധം ഉയർത്തുന്നത് പ്രതിപക്ഷമായിട്ടുള്ള BJP ആണ്. BJP ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ 2003 മുതൽ തന്നെ അവിടെ ഈ രംഗത്ത് ഒരു സമരം ആരംഭിച്ചിരുന്നു. സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി BJPയുടെ നേതൃത്വത്തിൽ 2003 മുതൽ അവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് എന്നാൽ വലിയൊരു കോലാഹലമോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമോ ഇതുപോലെ എല്ലാവരെയും പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ വാർത്തയായിട്ട് അതിനെ മാറ്റുകയോ ഒന്നും ചെയ്തില്ല. ഈ സമയത്താണ് അൽ ജസീറയില് ഒരു വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു ലേഖനം വരുന്നത്. 856-ലധികം പേരെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലമാണ് ധർമ്മസ്ഥല എന്നും അതുമായി അവിടുത്തെ ക്ഷേത്രത്തിന്റെ അധികാരിക്ക് ബന്ധമുണ്ട് എന്നും അതിന് വെളിപ്പെടുത്തൽ നടത്തുന്നത് ക്ഷേത്രത്തിൽ തന്നെ ജീവനക്കാരനായിരുന്ന ദളിതനായ ഒരു ഭീം എന്ന് പറഞ്ഞ തൊഴിലാളി ആയിരുന്നുവെന്നുമാണ് പറയുന്നത്. ഇതിന്റെ ദുരൂഹമായിട്ടുള്ള ഒരു വശം 35 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഒരു സംഭവം 2014 അല്ലെങ്കിൽ 2012 വരെ തുടർന്ന ഒരു സംഭവം എന്നാണ് ഈ തൊഴിലാളി വെളിപ്പെടുത്തുന്നത്. ആ തൊഴിലാളി വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് അൽ ജസീറ ലേഖനം കൊടുക്കുന്നത്. അതായത് 1980-കളിൽ ആരംഭിച്ച് 2012 വരെ തുടർന്ന കൊലപാതക പരമ്പരകളിൽ 856-ലധികം പേരെ കുഴിച്ചു മൂടാൻ താൻ സാക്ഷിയാകേണ്ടി വന്നു. തന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞതുകൊണ്ട് താൻ അത് ഇതുവരെ മിണ്ടാതിരുന്നു. ഇപ്പോൾ ഇത് വെളിപ്പെടുത്തുന്നത് മനസാക്ഷി കുത്തുകൊണ്ടാണ്. ഇതാണ് ഭീം എന്ന് പറയുന്ന അവിടുത്തെ ശുചീകരണ തൊഴിലാളി പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. ഈ വാർത്തയെ തുടർന്നാണ് ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ ഉടലെടുത്ത് വരുന്നത്. ഈ ഭീം പറയുന്നത് ഞാൻ അവിടെ 150-ലധികം സ്ഥലങ്ങളിലാണ് ഈ ബോഡികൾ കുഴിച്ചിട്ടത് എന്നാണ്. അതേ തുടർന്ന് അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ SIT കർണാടക മുഖ്യമന്ത്രി രൂപീകരിക്കുകയുണ്ടായി. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ തന്നെ 100 കണക്കിന് ആൾക്കാരെ നിയോഗിക്കേണ്ടതായിട്ട് വരും. കാരണം 800-ലധികം മൃതദേഹങ്ങൾ 150-ലധികം വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുകയും ആ സൈറ്റുകൾ മുഴുവൻ നമ്പർ ചെയ്ത് അടയാളപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെട്ട 18 സൈറ്റുകളിൽ 6 സൈറ്റുകൾ കുഴിച്ചു പരിശോധിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അവസാനത്തെ സൈറ്റിൽ നിന്ന് ഏതാനും അസ്ഥി കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നതായിട്ട് കിട്ടി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എന്തു തന്നെയാണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ ഈ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ, കിട്ടിയ അസ്ഥികൾ പരിശോധിച്ചപ്പോൾ അത് സ്ത്രീയുടേതല്ല, അത് പുരുഷന്റേതാണെന്ന് കണ്ടെത്തി. അപ്പോൾ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തി കുഴിച്ചു മൂടി എന്നാണ്
ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ, ഈ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. അപ്പോ കിട്ടിയത് പുരുഷന്റെ ആണ്, ഇതുവരെ സ്ത്രീകളുടെ അസ്ഥികൂടങ്ങൾ കിട്ടിയിട്ടില്ല. ഇനി വരാൻ പോകുന്ന സമയത്ത് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ, അപ്പോൾ ഇത് പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ അസ്ഥികൂടങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് പറയുന്നത് അജ്ഞാത മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ ഉപയോഗിക്കുന്ന ഒരു ശ്മശാനം പോലെയുള്ള ഒരു വനപ്രദേശമാണ് അത്. അവിടെ എല്ലാ കാലത്തും ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2012 വരെയുള്ള കൊലപാതകങ്ങളെ സംബന്ധിച്ചും കുഴിച്ചുമൂടലുകളെ സംബന്ധിച്ചും ഈ ഭീം എന്ന് പറയുന്ന തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ 2012 മുതൽ 2025 വരെയുള്ള കാലത്തും ഇതേ സ്ഥലത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നുണ്ട്. അപ്പോൾ കുഴിച്ചെടുക്കുന്ന മൃതദേഹങ്ങൾ 2012 മുമ്പുള്ളതാണോ അതിന് ശേഷമുള്ളതാണോ എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. അത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ? ഇയാൾ പറയുന്നത് മുഴുവൻ സ്ത്രീകളുടേതാണ് എന്ന് പറയുന്നു. അപ്പൊ കിട്ടുന്നത് പുരുഷന്മാരുടെ മൃതദേഹങ്ങളും ഉണ്ട്. മൃതദേഹങ്ങളല്ല, അസ്ഥികൂടങ്ങൾ. കാരണം 10-16 കൊല്ലം പഴക്കമുള്ളതാണ്. ഇനി ഈ പ്രദേശത്തു കൂടെ വെള്ളപ്പൊക്കം, നദിയുടെ ഒഴുക്ക്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് പലതും നഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു ആരോപണമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ വസ്തുതകളെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആണ് ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ടത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച കോൺഗ്രസിന് ഈ കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടില്ല എന്നുള്ളതും, ഒരു രാഷ്ട്രീയ പാർട്ടികളും BJP ഒഴികെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും കർണാടകത്തിൽ ഈ വിഷയം റേസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. ഇപ്പോൾ മീഡിയ ആണെങ്കിൽ പോലും ഈ കാര്യത്തിൽ ഇതൊരു കെട്ടുകഥയാണോ, അല്ലെങ്കിൽ ഇതൊരു ഫാന്റസിയാണോ, ഇതൊരു യാഥാർത്ഥ്യമാണോ, ഇത് ഒരു വ്യക്തി നടത്തിയ വെളിപ്പെടുത്തലായതുകൊണ്ടും അൽ ജസീറ പോലെയുള്ള ഒരു സ്ഥാപനത്തിന്റെ ലേഖനമായതുകൊണ്ടും ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശമെന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ജൈനന്മാര് ഭരിക്കുകയും ഹിന്ദു ദേവീദേവന്മാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്ത ജൈന ഹിന്ദു ദേവസ്ഥാനമായ ധർമ്മസ്ഥല, ആ ധർമ്മസ്ഥലയുടെ അധികാരിക്ക് പത്മഭൂഷണും പത്മവിഭൂഷണും ഒക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയെയും ആ സ്ഥാപനത്തെയും, അതായത് ആ തീർത്ഥാടന കേന്ദ്രത്തെയും അപകീർത്തിപ്പെടുത്താനും വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനും, അങ്ങനെ ഹിന്ദു ജൈന ദേവസ്ഥാനങ്ങളെ തെറ്റിദ്ധാരണയുടെ നിഴലിൽ നിർത്താനും, അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയിൽ അതിക്രൂരമായ മതപീഡനം നടക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ ജൈന ദേവാലയങ്ങൾ എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായ ഒരു സ്ഥലമല്ല, അവിടെ തീർത്ഥാടകർക്ക് പോയാൽ അവർ കൊല്ലപ്പെടും എന്നൊക്കെയുള്ള ഭീതിജനകമായ ഒരു റിപ്പോർട്ട് ആഗോളതലത്തിൽ പരത്താനും വേണ്ടിയുള്ള ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയാണോ ഇതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണമുണ്ട്. ധർമ്മസ്ഥല എന്നുള്ളത് ഹിന്ദു ജൈന ഐക്യത്തിന്റെ ഒരു ഐക്കൺ തന്നെയാണ്. ധർമ്മസ്ഥലയിൽ പോകുന്ന മഹാഭൂരിപക്ഷ ആൾക്കാരും ഹിന്ദുക്കളാണ്. എന്നാൽ ധർമ്മസ്ഥല ഭരിക്കുന്നത് ജൈനന്മാരാണ്. ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ശിവന്റെ പ്രതിഷ്ഠയുമുണ്ട്, ജൈന തീർത്ഥങ്കരന്റെ പ്രതിഷ്ഠയുമുണ്ട്. അപ്പൊ ജൈന പ്രതിഷ്ഠയും ഹിന്ദു പ്രതിഷ്ഠയും ഒന്നിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ധർമ്മസ്ഥലം. അപ്പോൾ ഹിന്ദു ജൈന ഐക്യത്തോടു കൂടി നടക്കുന്ന ദക്ഷിണേന്ത്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു ദേവാലയത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം പറയാം, ശബരിമല ഇഷ്യൂ. ശബരിമലയിലെ സ്ത്രീ പുരുഷ സമത്വത്തിനെ സംബന്ധിച്ചുള്ള കോലാഹലങ്ങൾ ഉണ്ടായി, അത് കെട്ടടങ്ങി, അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും കെട്ടടങ്ങി കഴിയുമ്പോഴാണ് തൊട്ടടുത്ത കർണാടകത്തിൽ അതുപോലെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു ദേവാലയത്തിൽ ഈ ആരോപണം ഉണ്ടാകുന്നത്. ഇതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. അമൃതാനന്ദമയി ദേവിക്കെതിരെ കൈരളി എന്ന് പറയുന്ന ഒരു ചാനൽ, ഇന്ന് MP ആയിരിക്കുന്ന ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ കടന്നാക്രമണം. അപ്പൊ കേരളത്തിൽ, കർണാടകത്തിൽ, ശബരിമലയിൽ, ധർമ്മസ്ഥലയിൽ, അമൃതാനന്ദമയി ആശ്രമത്തിൽ ഇങ്ങനെ ഇത് തുടരുകയാണ്. 1-2 വർഷങ്ങളുടെ ഇടവേളയിട്ട് ഇത്തരം കാര്യങ്ങൾ തുടരുകയാണ്. ഇനിയിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യവും നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഒരു തുടർക്കഥയാവുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പരിസമാപ്തി എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഒരു ആരോപണവും ശരിയായിരുന്നില്ല എന്ന് പിന്നീട് മനസ്സിലാവും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് മുഴുവൻ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞത് പരേതനായ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ്. അവസാനം തെളിഞ്ഞു അത് കള്ളമായിരുന്നു എന്ന്.
ശബരിമല വിഷയം അവസാനം മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിലെ വീട് വീടാന്തരം കയറി മാപ്പ് പറഞ്ഞ് തലയൂരേണ്ടി വന്നു. അതാണ് ശബരിമലയിൽ ഉണ്ടായത്. ഇപ്പൊ ധർമ്മസ്ഥലയിലേക്ക് വരും. അതിനു മുമ്പ് അമൃതാനന്ദമയിയെ കുറിച്ചുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ആക്ഷേപിച്ചവരൊക്കെ അമൃതാനന്ദമയിയുടെ അടുത്ത് കുമ്പിടേണ്ടി വന്നു. ഇപ്പൊ ധർമ്മസ്ഥലയിൽ ഈ സംഭവം നടക്കുന്നു. ഇത് ഒരു ആഗോള വാർത്തയായി അവസാനം കെട്ടടങ്ങി കഴിയുമ്പോഴായിരിക്കും അടുത്തത് തുടങ്ങാൻ. അതെവിടെ തുടങ്ങും അത് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരുപക്ഷെ അത് തിരുപ്പതിയിലായിരിക്കാം, അല്ലെങ്കിൽ മൂകാംബികയിലായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെവിടെയെങ്കിലും ആയിരിക്കാം. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം ഇതാണ്: ഹൈന്ദവ തീർത്ഥ സ്ഥാനങ്ങൾക്ക് നേരെ നടക്കുന്ന ആസൂത്രിതമായിട്ടുള്ള എന്തോ ഒരു നീക്കം ഇതിന്റെ പിന്നിലില്ലേ എന്ന് സംശയിക്കുകയാണ്. ഇത് തുടർക്കഥയായിട്ട് പോവുകയാണ്. 1-2 വർഷങ്ങളുടെ ഇടവേള ഇട്ടുകൊണ്ട് ഈ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഒരു ബോംബ് സ്ഫോടനത്തെക്കാൾ കൂടുതൽ സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പൊ ഇന്ത്യയിലെ ബോംബ് സ്ഫോടന പരമ്പരകൾ പണ്ട് നടക്കുമായിരുന്നു. ഇപ്പോൾ പൊട്ടുന്നത് നുണ ബോംബുകളാണ് എന്ന് മാത്രം. അപ്പൊ ഇന്റലക്ച്വൽ വാർഫെയർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അതിന് റിലീജിയനുകളെ ലക്ഷ്യം വെക്കുന്നു, റിലീജിയസ് ബിലീഫിനെ ലക്ഷ്യം വെക്കുന്നു, ഗവൺമെന്റുകളെ സമ്മർദ്ദത്തിലാക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കേണ്ടി വരുന്നു, മാധ്യമങ്ങൾക്ക് ഇഷ്ടം പോലെ കുശാലായിട്ടുള്ള സദ്യ ലഭിക്കുന്നു. ഇതൊരു വൻ വ്യവസായമായി, അപവാദ വ്യവസായമായി അന്താരാഷ്ട്ര തലത്തിൽ വിറ്റഴിക്കപ്പെടുന്നു എന്നൊക്കെയാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ. എന്തായാലും അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ, അപ്പോൾ നമുക്ക് ഈ കാര്യം വ്യക്തമാകും. സർ, ധർമ്മസ്ഥലയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്ക് ഒരു പരിധിവരെ ഈ പറഞ്ഞ കാരണങ്ങൾ കൂടി കാരണമായേക്കാം എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഹൈന്ദവ കേന്ദ്രങ്ങളെ പറ്റിയിട്ട്, ഹൈന്ദവ വിശ്വാസ കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഇത്തരത്തിൽ വരുന്ന വാർത്തകൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയിച്ചാൽ അതിലും പറയാൻ കഴിയില്ല. എന്തായാലും ധർമ്മസ്ഥലയെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരട്ടെ, SITയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അതിലെ സത്യം എന്താണെന്ന് തെളിയട്ടെ. നന്ദി.